ആ മോനെ നല്ലപോലെയൊക്കെ പഠിക്കണം കേട്ടോ. ബുക്ക് എന്തായാലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ ഇതാ ഓഫാക്കിയത്. അത് നീ ഓൺ ചെയ്യാൻ മറന്നായിരിക്കും. എന്നാ ഈ കാശ് ഇവിടെ വെച്ചോ. ഇതേതാ കാശ്? ഇതാ രുക്മിണിയമ്മ തന്നാ, നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനു? അവരോട് നിൽക്കണല്ലേ, നമുക്ക് എന്റെ ചെലവുണ്ടാവുമല്ലോ. നാണമില്ല നിനക്ക് കാശ് മേടിക്കാനായിട്ട്? ഇവിടെ രണ്ടുപേർ കൂടുതൽ നിന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൂടാൻ പോകുന്നു. അവരിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നൊന്നുമല്ല. അച്ഛനോരോന്ന് ഒപ്പിച്ച് വെച്ചു നേരത്തെ നീ വലിയ ബാലേട്ടം കളിക്കാൻ നിന്നാലേ ഉള്ളതെല്ലാം കൂടെ മൂടോടെ വിഴുന്നോണ്ട് പോവും. കിട്ടണത് വാങ്ങിച്ചു വെക്കാൻ നോക്കണേർക്കാം. വാടാ കട പോയിട്ട് വരാം. ഏട്ടാ അമ്മേനോട് പറഞ്ഞിട്ട് വരാം. വേണ്ട, നീ മറ്റേ പോയി വിളിച്ചാൽ മതി. ചേട്ടാ ഒരു 7 കിലോ പിടിച്ചോ. ചെറുതുള്ളൂ കേട്ടോ. അത് സാറല്ല, 3 പിടിച്ചോ. ആ എടാ അവരെങ്ങനെയുണ്ട്? ആര്? എടാ രുക്മിണിയമ്മ മോനും. ആ അവര് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. നിങ്ങൾ ഡിസ്റ്റൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരി. 600 മതിയോ? ആ മതി മതി. നമ്മൾ അവരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. അതില്ല. എടാ മോനെ, അച്ഛനെ കാണിച്ചതൊക്കെ നിനക്ക് സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിനൊക്കെ കൂടി നീയും അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട്. എങ്ങനെ വെട്ടണ്ടേ? കറിക്ക് മതി. പിന്നെ വേറൊരു കാര്യം, നീ ആ ചെക്കൻ്റെ അടുത്ത് കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നാൽ മതി. അവനൊന്നും മനസ്സ് വെച്ചാ നമ്മുടെയൊക്കെ ഡപ്പി തെറിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ് ഏട്ടാ. എനിക്കങ്ങനെ ഉണ്ടോ തോന്നി? എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊട്ടണ്ട.